വഴിയാണ്. ഈ വഴിയാണ്. മനസ്സിലാവുന്നത് അപ്പൊ ഗ്രില്ലൊക്കെ എപ്പോഴാ ഇട്ടത്? നേരത്തെ ഗ്രില്ലൊന്നും ഇല്ലായിരുന്നു, ഈ കെട്ടില്ലായിരുന്നു, ഇതെല്ലാം ഇടിഞ്ഞ് എല്ലാം കിടക്കായിരുന്നു. ഇപ്പൊ അപ്പോഴാണ് നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ തന്നെ അന്തം വിട്ട്. എന്ന് വെച്ചാൽ എനിക്ക് എല്ലാം പൊടി കൊച്ചുങ്ങളാണ്. ഈ 9 വർഷമാകുമ്പോൾ അറിയാലോ, കൊണ്ടുപോയാ പിന്നെ 15 ദിവസം അകത്ത് കിടന്ന്. അപ്പൊ ഈ ടാങ്ക് തുറന്ന് നോക്കാതെയാണ് ഇവിടെ വന്ന് ഈ ടാങ്ക് തുറന്ന് ഇതിനകത്ത് സാധനം എടുക്കുന്നത്. കണ്ടപ്പോഴത്തേക്കും കേട്ടപ്പോഴത്തേക്കും സങ്കടം തോന്നി. അതുകൊണ്ടാണ് ഈ വാർത്ത ചെയ്തത്. എല്ലാ റെക്കോർഡ്സും കയ്യിലുണ്ട്. ഒരാൾ കൊടുത്ത പണിയാണ്. നമസ്കാരം, ഇത് പാലച്ചിറ മുസ്ലിം ജമാഅത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഞാനത് നമ്മൾ സ്ഥിരമായിട്ട് ഈ വഴി പോകുമ്പോഴത്തേക്കൊക്കെ ഇരുന്ന് ഒരു കട്ടൻ ചായ അല്ലെങ്കിൽ ഒരു നാരങ്ങയുള്ളതൊക്കെ കുടിക്കുന്നൊരു കടയാണ്. അവർ ഇത്രയും വർഷമായിട്ട് എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ പറഞ്ഞു 9 വർഷമായിട്ട് ചെയ്യാത്തൊരു കേസിന് അവർ കേസ് പറയുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറയുമ്പോഴത്തേക്കും ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ ചെയ്യുന്നത് ലുജുറുദ്ദീൻ അല്ലേ? ഇക്ക അങ്ങനെ പേന എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ സ്ഥിരം വന്ന് വെള്ളം കുടിക്കുന്ന പോകുന്നു മാത്രമേ ഉള്ളൂ. പലപ്പോഴും ജയശൻ്റെ പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ കുറേ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും പേര് ഞാൻ ചോദിച്ചില്ല. ഇന്നലെയാണ് ഞാൻ അറിഞ്ഞത് ഇത്രയും വലിയ വിഷയത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നത്. എന്താ വിഷയം പറ. ഞാൻ ഇതേ കണക്ക് അപ്പുറത്തെ വീട്ടുകാർ ഒരു ഡെയിലി എനിക്കൊരു ഓട്ടോ ഉണ്ടായിരുന്നു അവർക്ക്. എനിക്ക് അന്ന് ടാക്സി ഉണ്ടായിരുന്നു, ഓട്ടോയെ. അങ്ങനെ അവർക്കൊക്കെ ഇറച്ചി കിടക്കത്ത് ഇവിടെ വന്ന് അവരെ കല്ലമ്പലത്ത് പുതുശ്ശേരി മുക്ക് സ്ഥലത്താണ് കൊണ്ടാക്കുന്നത്. കൊണ്ടാക്കിയിട്ട് തിരിച്ചിവിടെ വന്നപ്പോൾ കാണാൻ 2 പേര് സിവിൽ ഡ്രസ്സിൽ ഇവിടെ വന്നു. പോലീസ് എക്സൈസന്മാരാണ് 2 പേര് ഇവിടെ വന്നിട്ട് വെച്ച് എൻ്റെ അടുത്ത് ചോദിച്ച് കള്ള് വെച്ചോളം ഉണ്ടാകുന്ന വെച്ച്. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയുള്ള യാതൊരു ഇതുമില്ല എന്ന് പറഞ്ഞു. അത് ഒഴിച്ചു കൊടുക്കണ്ട. ഞാൻ പറഞ്ഞു ഞാൻ ഒഴിച്ചാണ് ചായ ഒഴിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അല്ല വേറൊരു ഇതുമില്ലാന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത് ഇതിൻ്റെ ടെറസ് ഇതിൻ്റെ മേലത്ത് കയറുന്ന സ്റ്റെയർ എവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞു അത് വെളിയിലാണെന്ന് പറഞ്ഞു. ഇതൊക്കെ ജെന്യൂനാണോ? സത്യമാണ് ഞാൻ പറയുന്നത്. ഈ പള്ളി സത്യമാണ്, ഞാൻ സത്യമേ പറയും. അല്ല ഞാൻ കണ്ണ് തുറന്നതിനെ ഞാൻ പറയുന്നത്. അല്ലാതെ ഞാനിതിൽ യാതൊരു കള്ളവും കപടവും കാണിച്ചിട്ടില്ല. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ മദ്യപിക്കും, അത് വേറെ ഇത്. ഞാനിതുവരെയ്ക്കും ഞാൻ കള്ളു വിറ്റ് ഇതുവരെയ്ക്കും ഞാൻ പൈസ മേടിച്ചിട്ടില്ല ആരെയും. എന്താ പോലീസ്? ഞാൻ അവരുടെ അടുത്ത് പറയാനുള്ള എല്ലായിടത്തും പറഞ്ഞ് ഞാൻ റൂറൽ SP കൊണ്ടുവന്ന് പരാതി കൊടുത്ത്. അല്ല എന്താ അവർ കണ്ടെടുത്തോ സാധനം? കണ്ടെടുത്തെന്ന് പറഞ്ഞാൽ അവർ നേരിട്ട് വന്ന് അടുത്ത ടാങ്ക് ഇരുന്നതിൻ്റെ തൊട്ടടുത്ത് ഇരുന്ന ടാങ്ക് എന്നാണ് അവർ നേരിട്ട് വന്ന് അത് തുറന്നങ്ങെടുത്ത്. അത് അതിൻ്റെ മുമ്പ് ഒരു നീല ടാങ്ക് ഇരിപ്പുണ്ട്, അതുപോലും തുറക്കാതെ അടുത്ത ടാങ്ക് എന്നാണ് അവരെടുത്ത് വയ്ക്കുന്നത്. ഈ ടാങ്ക് മറികടന്നു. ആരാ വെച്ചേ? അത് നമുക്ക് ശത്രുതയുള്ള ഒരു കക്ഷിയുണ്ട്, ഈ എൻ്റെ പെങ്ങളെന്ന് പറയുന്ന അവൻ്റെ കാമുകൻ്റെ ആൾക്കാർ. അവരാണ് ഇത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ അറിഞ്ഞില്ലേ? നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ ഉറങ്ങിക്കിടക്കും. നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? രാത്രി കൊണ്ടുവന്ന് വയ്ക്കുന്ന സംഭവം ഇത്. ചേട്ടാ അത് അറിഞ്ഞില്ലേ? നിങ്ങൾ ഡ്രസ്സിനെ കൊണ്ടുപോയി അറിയില്ല? നമ്മളെങ്ങനെ അറിയുന്നത്? നമ്മൾ ഉറക്കത്തിൽ കിടക്കുന്നത് നമ്മളെങ്ങനെ അറിയുന്നത്? വെളിയിലാണ് ടെറസും. എത്ര വർഷമായി ഇതിപ്പോൾ? എല്ലാം കൂടെ ഇപ്പോൾ 9 വർഷമാവാൻ പോകണം. ഇപ്പോഴും കേസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞില്ലേ? ഒരു കൈയില്ല ഇതിൽ, ഒരു കൈയും ഇല്ല. ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇതിൽ. ഇത് എന്നെ ചതിച്ചതാണ്. എന്തായാലും ചെയ്യേണ്ട വാക്ക് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വെച്ചാൽ 9 വർഷമായിട്ട് ഞാൻ ഈ വഴിക്ക് വരുമ്പോഴൊക്കെ ഞാൻ ഇവിടെ ഇറങ്ങിയാണ് ഞാൻ നാരങ്ങ കുടിക്കുകയും ചായ കുടിക്കുകയും ചെയ്യുന്നത്. ചേച്ചി ഹലോ, നീ വാ, ഓടിയോ, സമയമില്ല. 9 വർഷമായിട്ട് കേസ് പറയുന്നു. എന്തൊക്കെയുള്ള കയ്യിൽ? ഇത് വാസ്തവമാണ്. നിങ്ങൾ അറിഞ്ഞോ? ഇത് നമ്മൾ അറിഞ്ഞ കാര്യമല്ല. ഇത് നമ്മൾ ഇവിടുന്ന് നമ്മുടെ വാട്ടർ ടാങ്കിൽ നിന്ന് എടുക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അല്ല നിങ്ങൾ ഇതിൻ്റെ മുകളിൽ പോയി കൊണ്ടുപോയി നിങ്ങൾ അറിയില്ലേ? നമ്മൾ അറിഞ്ഞില്ലല്ലോ ഇത് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാകുന്നെന്നോ നടക്കാൻ പോകണമെന്നോ ഒന്നും അറിയുന്നില്ല. അല്ല അവർ വന്നപ്പോഴേ അറിഞ്ഞോളൂ. ഞാൻ ചായ ഒഴിച്ചോണ്ടിരിക്കുന്ന ഇക്ക രാവിലെ ഈ പറഞ്ഞ ഇക്കയുടെ സഹോദരിയുടെ കാമുകനാണെന്ന് പറയുന്നു. ഈ സഹോദരി ഇവിടെ ഉണ്ടായിരുന്നോ? അവരവിടെ തന്നെ താമസം ഉണ്ടായിരുന്നു. അപ്പുറത്തെ വീട്ടില് തൊട്ടപ്പുറത്താണെന്നാണ് അവരുടെ വീട്. എങ്ങനെ എവിടെ കൊണ്ടുവച്ചത്? നമ്മുടെ പെരയുടെ മുകളിൽ 2 വാട്ടർ ടാങ്ക് ഇരിപ്പുണ്ട്. അതിൽ ഒരെണ്ണത്തിലാണ് ഇത് കൊണ്ടുവയ്ക്കുന്നത്. ഒരു മനസ്സറിവില്ലേ അവർക്ക്? ആ മനസ്സ് ഒരു ഇത് വന്നാൽ നിങ്ങൾക്ക് അറിയില്ലേ? അല്ല ഇക്ക ഇങ്ങോട്ടോ നമ്മൾ ഉറങ്ങിക്കിടക്കുന്നത് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? ഈ ടെറസിൻ്റെ മണ്ടയിൽ കൊണ്ടുവയ്ക്കുന്നത്. ഇത് ആ വഴിക്കാണോ? ഈ വഴി കൂടെ വഴി. അവൻ എക്സൈസുകാർ വന്നപ്പോഴും നമ്മുടെ അടുത്ത് ചോദിക്കുന്നതെന്ന് വെച്ചാൽ നുദീർ, ഞാനാണ് കടയിൽ നിന്ന് ഇക്ക ഓട്ടം പോയിക്ക് വന്നതേ ഉള്ളു. ഇപ്പം ചോദിക്കുന്നത് നുദീറിന്റെ വീടാണോ എന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഈ സ്വഭാവം അറിയായിരുന്നോ? ഇയാൾക്ക് ഈ മദ്യ വിൽപ്പന? എനിക്ക് മദ്യ വിൽപ്പന ഇല്ലല്ലോ. അല്ല പുള്ളിക്ക് ഉണ്ടെന്ന് അറിയായിരുന്നോ? അതും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. അല്ല പുള്ളിക്ക് ഉണ്ടെന്ന് അറിയായിരുന്നോ? ആർക്ക്?
ഈ പറയുന്ന ചെയ്ത ആൾക്കാർ അതിനെ കുറിച്ച് അവർക്കറിയില്ല. അവർക്ക് നമ്മളവിടെ ശത്രുത കാണിച്ചത് ഈ 1-ാം തീയതി ദിവസം കണക്ക് കൂട്ടിയാണ് ഈ കള്ള് കൊണ്ടുവന്ന് വെച്ച് എന്നെ പിടിപ്പിച്ചത്. ഉറപ്പാണ്. ഇവരൊരു കേസിൽ ഞാൻ പഞ്ചായത്തിൽ ഒരു കേസ് കൊടുത്തായിരുന്നു. അപ്പോൾ ആ ഒരു ഡേറ്റ് ഇവർ നീട്ടിക്കൊണ്ട് ഈ 1-ാം തീയതി ദിവസം ആക്കി വെച്ച്. അപ്പോൾ പഞ്ചായത്ത് മെമ്പറും കൂടെ വന്നു വേണം ഇത് പരിഗണിക്കാൻ. അതായത് നമ്മളെ മൂത്ത പയ്യനാ ഈ പൊന്നി ചേട്ടാ. ഇപ്പൊ എക്സൈസ് ഒക്കെ വരണമെങ്കിൽ ഒന്നുകിൽ പരാതി വേണം, ഇല്ലേ? അത്രേ ഉള്ളൂ. പരാതി ഒന്നുമില്ല, അവർ വരത്തില്ല. അവര് പറഞ്ഞു, നമ്മുടെ അടുത്ത് പറഞ്ഞു 2 സ്ത്രീകളാണ് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞത്, ഇവിടെ കള്ള് കച്ചവടം നടക്കുന്നെന്നും പറഞ്ഞു വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞു. അടുത്ത വീട്ടിൽ നിന്ന് വിൽക്കാറുണ്ടോ? നമ്മൾ വിൽക്കാറില്ല. അത് ഫുൾ ഞാൻ 100% കയറിയാണ് ഞാൻ വിൽക്കാറില്ല. നമ്മൾ ഈ പള്ളി എടുത്തിരുന്നോണ്ട് 3 പൊടി കൊച്ചുങ്ങളാണ്. നമ്മള് ഇവര് ആട്ടോ ഓടാൻ പോവും, പാചകത്തിന്റെ പണിക്ക് പോവും. കടന്നു പയ്യനുണ്ടായിരുന്നു എക്സൈസിൽ ഡ്രൈവറായിട്ട് ജോലി നോക്കിയ ഒരു പയ്യനുണ്ടായിരുന്നു. അവനാണ് ഇത് അളന്നും കുറിച്ചും അവിടെ നിന്ന് ഇത് കുപ്പിയിലേക്ക് മാറ്റുന്നത് ഒരു വ്യക്തി കണ്ടവനുണ്ട്. അവൻ ഇത് സംഭവം ഇവിടെ വെക്കാനാണെന്ന് അവൻ. നിങ്ങൾ ഇത്രയും കടയും വീടൊക്കെ ഉള്ള ആൾക്കാരല്ലേ, നിങ്ങൾക്ക് അറിഞ്ഞൂടെ കൊണ്ട് കയറ്റി? നമ്മൾ അറിയുന്നില്ലല്ലോ, ഉറക്കത്തിൽ ഇത് മേളിൽ കൊണ്ടുവച്ചാൽ നമ്മൾ അറിയുന്നില്ല. നമ്മൾ ചെയ്യാത്ത കുറ്റാണ്ടല്ലേ നമ്മൾ കൊണ്ടുപോയി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഈ 9 വർഷമാണൊക്കെ നമ്മളതിന് ഇറങ്ങാനല്ലേ. ഇപ്പൊ എല്ലാ മാസവും ഇങ്ങനെ കോടതിയിൽ കേസ് വിളിക്കും പോകും. പയ്യന്മാരാണ്, എല്ലാം അറിയാം. ഇവിടെ കുറച്ച് പയ്യന്മാരെ ഈ വീട്ടിനെ കുറിച്ചും എല്ലാം അറിയാവുന്ന പയ്യന്മാരാണ്. എല്ലാരും സുഹൃത്തുക്കളും ഒക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ അല്ലേ ഇതൊക്കെ രാത്രി കൊണ്ടുപോയി. അല്ല, ഇവരെ അറിയാതെ എങ്ങനെയാണ് ഈ വഴിയാണല്ലേ? ഈ വഴിയാണ്, ഈ വഴിയാണ്. ഗ്രില്ലൊക്കെ എപ്പോഴാണ് ഇട്ടത്? നേരത്തെ ഗ്രില്ലൊന്നും ഇല്ലായിരുന്നു, ഈ കെട്ടില്ലായിരുന്നു. ഇതെല്ലാം ഇടിഞ്ഞ് എല്ലാം കിടക്കായിരുന്നു. ഇപ്പൊ കെട്ടിയതാണ്. ഓ, അല്ല, നിങ്ങൾ ഇതുവഴി വന്നാലും അറിയാൻ പറ്റില്ലേ? ഇതിലെ വഴി ഒന്ന് കയറി വന്ന അങ്ങനെ ടയറിന്റെ മണ്ട ഒന്ന് കയറി വന്നു. ഓ, ഇങ്ങനെ പോയതല്ലേ? ഇങ്ങനെ. അല്ലെങ്കിൽ താണ്ട ഈ വരുന്ന വഴിക്ക് താണ്ട കാമഗിരി വീട്ടിൽ മുമ്പ് ഇതിനകത്ത് ചാടാം. അത് നിങ്ങൾ അവിടെ മതിലൊന്നും ചാടാം. നിങ്ങളുടെ സൗകര്യം വീടല്ലേ? സൗകര്യം വീട്ടിൽ അവിടെയാണ് താമസം വരുന്നത്. മേളിൽ കയറി സാറും നോക്കാതെ നമ്മൾ 2 ടാങ്ക് ഇരിക്കുന്നത് നോക്കാം. അതായത് അവന്റെ പേരെന്ന് പറഞ്ഞാൽ കാട്ടിലെ പെണ്ണൻ അരുൺദാസ് എന്നാണ് പേര്. അവൻ കേസുകളിൽ ഒരുപാട് പ്രതിയാണ്. ഇവിടെ എവിടെ വെച്ചേ? ഈ ടാങ്കിനകത്താണ് ഇട്ടത്. ഈ ടാങ്ക് അന്നിരുന്നത് ഈ ഭാഗത്തായിരുന്നു. ഇത് ഞാൻ ഇപ്പൊ ഈ ഇടക്കാലത്തെടുത്ത് മാറ്റിയതാണ്. അപ്പൊ ഈ ടാങ്ക് തുറന്ന് നോക്കാതെയാണ് ഇവിടെ വന്ന് ഈ ടാങ്ക് തുറന്ന് ഇതിനകത്ത് സാധനം എടുക്കുന്നത്. കറക്റ്റ് അവര് വന്ന് ഈ ടാങ്ക്, ഞാനാണ് കൂടെ കയറി വന്നത് എവിടെയാന്ന് വെച്ചപ്പോ അവര് വന്ന് കറക്റ്റ് ഈ ടാങ്ക് വേറെ ഒന്നും നോക്കുന്നതും എടുക്കുന്നുമില്ല. ഈ ടാങ്ക് വന്ന് തുറന്ന് ഈ അപ്പുറത്ത് കാണുന്നതാണ് നിങ്ങൾ മറ്റേ നാത്തൂന്റെ വീടല്ലേ? നാത്തൂന്റെ വീട്. ആ ഒരു പ്രതി മരിച്ചു അല്ലേ? ആ ഒരു പ്രതി മരണപ്പെട്ടു. ബാക്കി 2 പേരും ഇനി ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ എക്സൈസിൽ ജോലി ചെയ്ത ഒരു പയ്യനുണ്ട്, രാജേഷ് എന്ന് പറയും. അവനാണ് ഇത് കള്ളല്ല അളന്ന് യുവമാരെ പാക്ക് ചെയ്ത് കൊടുത്തത്. എത്ര കുപ്പി എടുത്തതെന്ന്? 4 ലിറ്റർ സാധനം, അതിൽ പൈസ ഉൾപ്പെടെയായിട്ടാണ് അവർ നമ്മളെ കൊണ്ടുവന്ന് കാണിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ തന്നെ അന്തം വിട്ട്. എന്ന് വെച്ചാൽ എനിക്ക് എല്ലാം പൊടി കൊച്ചുങ്ങളാണ്. ഈ 9 വർഷമാകുമ്പോൾ അറിയാലോ. കൊണ്ടുപോയാ പിന്നെ 15 ദിവസം അകത്ത് കിടന്ന് ജയിലിൽ കിടന്നു. 15 ദിവസം അകത്ത് കിടന്ന് ഞാൻ എൻ്റെ കൊച്ചുങ്ങളെയും കൊണ്ട് കഷ്ടപ്പെട്ട് ഇവർ ഇറങ്ങിയ സമയത്ത് നമ്മൾ അപ്പോഴേ കൊണ്ടുപോയി മുഖ്യമന്ത്രിക്കൊക്കെ കേസ് കൊടുത്ത് ഒരു അന്വേഷണം അതിനെക്കുറിച്ചൊന്നും ഉണ്ടായി. സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരികയാണ്. ഒരു അമ്മയും അച്ഛനുമാണ്. എനിക്കറിയാം, ഞാനിവിടെ കുറേ കാലമായിട്ട് ഞാനിവിടെ പാസ് ചെയ്യുമ്പോഴത്തേക്ക് ഇരിക്കുന്ന നാരങ്ങയുള്ളതും ചായക്കറി ചേട്ടന്മാരൊക്കെയാണ്. അപ്പോൾ അത് ഇത്രയും കാലം വരെ എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്നലെ എന്നോട് പറഞ്ഞു ഒരു വിഷയമുണ്ട്, 9 വർഷമായിട്ട് കേസ് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ വന്നിരുന്ന് എനിക്ക് തണുത്ത വെള്ളം വെച്ചേക്കാണ്. ഞാൻ വണ്ടി ഓടിച്ച് തളർന്ന് വരുമ്പോൾ ഇരിക്കുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും കേട്ടപ്പോഴത്തേക്കും സങ്കടം തോന്നി. അതുകൊണ്ടാണ് ഈ വാർത്ത ചെയ്തത്. എല്ലാ റെക്കോർഡ്സും കയ്യിലുണ്ട്. ഒരാൾ കൊടുത്ത പണിയാണ്. അതിൻ്റെ പേരിലാണ് ഈ പാവപ്പെട്ട മനുഷ്യർ 9 വർഷമായി കാര്യം ഇറങ്ങണ കോടതി. അതും വേറെ ഏവനോ അവൻ ചത്തുപോയി, മരിച്ചു പോയി. വേറെ ആരോ ചെയ്ത പണിക്ക് വേണ്ടിയിട്ട് 7 വർഷമായി കോടതി കയറി ഇറങ്ങിയാണ്. പരിഗണന ഉണ്ടാവണം, അനുമതി ഉണ്ടാവണം.
വിസ്പേസിന് വേണ്ടി ക്യാമറ അൻഷാദിനൊപ്പം ശ്രീകുമാർ സൈനിങ് ഓഫ്.